guys, welcome to my YouTube channel. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എൻ്റെ ചേച്ചിയുടെ മാരേജ് ആയിരുന്നു. മാരേജിനുള്ള ക്ലിപ്പൊന്നും അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ആകെ ഉള്ള കുറച്ച് മണിക്കൂർ വീട്ടിലെത്തും വരെ ഉള്ളത് വ്ളോഗായിട്ട് എടുക്കാമെന്ന്. നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാൻ പോവാണ്? സംസാരിക്കും രണ്ട് വാക്ക് ഇന്നത്തെ ദിവസത്തെ പറ്റി. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ പറ്റി ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാം, കാരണം എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശിവയുടെ ചേച്ചിയുടെ കല്യാണം, അതായത് നമ്മളെ ചേച്ചിയുടെ കല്യാണമായിരുന്നു. ഭയങ്കര എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് ട്രിപ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു 3-4 വർഷത്തിന് മുമ്പ് വന്നതാണ്. അപ്പം ക്ഷേത്രത്തിൽ വന്നു, ചേച്ചിയുടെ കല്യാണം നല്ല വൃത്തിയായി കണ്ടു, ചേച്ചി കരഞ്ഞു. അപ്പം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തിനായിരുന്നു, പക്ഷെ നല്ലതായിരുന്നു. പിന്നെന്തോന്ന്, പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിവിടെ അടിച്ച് പൊളിച്ച് നടന്നു. ശിവ ഇന്ന് നല്ല സുന്ദരിയായിരുന്നു, ആവണി ഇന്ന് നല്ല സുന്ദരിയായിരുന്നു, എല്ലാവരും നല്ല ഭംഗിയായിരുന്നു. നമ്മളെ ചേച്ചിയുടെ, അത് ഇപ്പം എനിക്കൊന്നും ചേച്ചിയില്ലല്ലോ, അപ്പം നമ്മളെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞൊരു ഫീല് നല്ല ഹാപ്പി ആയിരുന്നു, നല്ല രസമായിരുന്നു. ട്രെയിൻ, പിന്നെ അത് കഴിഞ്ഞ് എന്തോന്ന്, അത് നമ്മൾ മറ്റേ ഗവൺമെൻറ് റെസ്റ്റ് റൂമിലാണ് താമസം. നല്ല അടിപൊളി സ്ഥലം. നമ്മളെ കൂടെ കുറച്ച് ഓൾഡ് പീപ്പിൾസ് ഉണ്ട്. അവൻ സംസാരിക്കൂലെന്ന്, അവനിക്ക് കുറച്ച് സ്റ്റേജ് ഫിയർ, എന്തോരോ ഫോബിയുണ്ട്. അതുകൊണ്ട് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു തൃഷ പറയുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? തൃഷ പറയുന്നു ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. ഇന്ന് നമുക്ക് കുറച്ച് നടന്നിട്ട് വരാം. ഇത് ഇവിടെ നമ്മൾ നിൽക്കുന്ന ലോഡ്ജിന്റെ പേര് കുറച്ചുകൊണ്ട് പോയിട്ട് പറയില്ല, വായിക്കാറുള്ളതാണ്. ഇത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഇതിന്റെ പേര് ഗുരുവായൂർ കിഴക്കേ നട, തെക്കേ നട, എന്തോ ഒരു ഗവൺമെന്റിന്റെ ഒരു റെസ്റ്റ് റൂമാണ്. തെക്കേ നട പാഞ്ചജന്യം റൂം. ഇതിന്റെ പേര് പറഞ്ഞു, നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ പേര്, നമ്മളിപ്പോ പോകുന്നത് കൂടുതൽ പേർക്ക് അറിയാന്നുള്ളത് അതാണ്. ഏതാണ്? ഇപ്പുറത്തെ സ്ഥലത്തിന്റെ പറഞ്ഞുതരാം കാഴ്ച. ഓക്കെ, നമുക്ക് താമസിക്കാനേ അറിയൂ, അല്ലാതെ പേരൊന്നും നോക്കാൻ നമുക്ക് അറിയാം. യെസ്, ഇവിടുത്തെ ആളുകളെല്ലാം വളരെ നല്ല പീപ്പിൾസ് ആണെന്ന് മനസ്സിലായി. തൃശ്ശൂർ പീപ്പിൾസിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനേ ഞാൻ അവനെ ക്ഷണിക്കുന്നു. അതിനെ കൊണ്ട് അവനിക്ക് പറ്റും. ഐ നോ, ടെൽ സംതിങ് അബൌട്ട് തൃശ്ശൂർ പീപ്പിൾ. പറ അവണി, രാവിലത്തെ അനുഭവം പറ. വൈ യു ആർ നോട്ട് ടോക്കിംഗ് അവണി? പണ്ട് അവണി വ്ളോഗുകളിൽ ജില്ലായിട്ട് നിന്ന അവണിക്ക് ഇപ്പം എന്തോ ഒരു എനിക്ക് മനസ്സിലായി, അവണിയുടെ പല്ലി കമ്പി ഇട്ടുകൊണ്ടാണ് ഷീ ഈസ് നോട്ട് ടോക്കിംഗ് ബിക്കോസ് ഷീ ഹാഡ് ബ്രേസസ് ഇൻ ഹെർ ടീത്ത്. യെസ്, അവിടെ ഇരുന്ന് ഞാൻ തൃശ്ശൂർ പീപ്പിളിനെ പറ്റി പറയാം. ഓക്കെ, ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ് ഈ കാണുന്നത്. ഇപ്പോഴും ജനപ്രളയമാണ്. ഇപ്പോൾ സമയം 6:15. എന്നിട്ടും തിരക്കിന് യാതൊരു കുറവും ഇവിടെ കാണുന്നില്ല. കുട്ടികളെ മുതിർന്നവരെയും എല്ലാം സുരക്ഷിതമായി കൊണ്ടുപോകണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. കാരണം മിസ്സായി കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പാടാണ്. ഓക്കെ, സഫാരി ഇതോടുകൂടി സമാപിച്ചു. എനിക്കിനി തൃശ്ശൂർ പീപ്പിൾസിനെ പറ്റി 2 വാക്ക് പറയണം. ഇനി എനിക്ക് തൃശ്ശൂർ പീപ്പിൾസിൻ്റെ പറ്റി 2 വാക്ക് പറയണം. വേറൊന്നുമല്ല, ഞാനും ആവണിയും വളരെ ആഗ്രഹിച്ച് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് ഇറങ്ങി. രാവിലെ ഒരു 7 മണിയായപ്പോൾ അമ്പലത്തിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ കാഴ്ച വസ്തു കണക്കായിരുന്നു. വരണവരും പോണവരും എല്ലാം നമ്മളിങ്ങനെ സ്കാനിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം. നമ്മൾ വിചാരിച്ച് അങ്ങനെയല്ല, അത് ഭംഗി കണ്ടു ഓക്കെ അഡ്മയർ ചെയ്യണമെങ്കിൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് സ്കാനിങ്. തിരുവനന്തപുരം പീപ്പിൾസിനെ വെറുതെ തെറ്റിദ്ധരിച്ച്, അവിടെ ഇത്രയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നണത്. പാവം ഇവര് നടക്കാൻ വയ്യായിരുന്നു. അപ്പൂപ്പന്മാരും കല്യാണത്തിന് കുറച്ച് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് പറയാൻ പറ്റൂല.
ഇപ്പൊ ചേട്ടന്മാരൊക്കെ നോക്കണെങ്കിൽ ഒരു സന്തോഷമെങ്കിലും ഉണ്ടായിരുന്നു. ചേട്ടന്മാരൊന്നും മൈൻഡ് പോലും ചെയ്യണില്ല. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും നമ്മളെ സോറി ഫോർ ദി ഇന്ററപ്ഷൻ. എൽഡർലി പീപ്പിൾസ്, അതായത് അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ആവണിയൊക്കെ അങ്ങ് നോക്കി അങ്ങ് ദഹിപ്പിക്കുകയായിരുന്നു. ആവണി എത്ര വട്ടം ഇന്ന് ദഹിച്ചോ എന്തോ. എന്നാലും കുഴപ്പമില്ല. ശിവപ്രഭയുടെ ഇന്നത്തെ അനുഭവം പറയൂ. ശിവപ്രഭയ്ക്ക് നല്ല അനുഭവമായിരുന്നു. ആകെ ഉണ്ടാകുന്ന ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഒരു ഭയങ്കര ഒരു മിക്സഡ്, അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഫീലിംഗിലായിരിക്കുന്നു. ആള് ഇമോഷണലാണ്. എന്നാലും എന്താ പറയണ, ചിലപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവള് മോങ്ങി വന്നു. അതുകൊണ്ട് ഇല്ല, ശിവ പറയുന്നത് പിന്നെ മൈലാഞ്ചിട്ട് കൈസ് നമ്മളോട്ട്. ഇതെന്റെ ആവണിയുടെ കലാവിരുതാണ്. പക്ഷെ ഒന്നും ഇല്ല അല്ലേ. ഇതമട്ടോ അപ്പ ഈ കൈയാണ്. ചേച്ചിയുടെ കല്യാണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തൃശ്ശൂർ യൂണിവേഴ്സിറ്റി ചെയ്യും. കാരണം ആവണിക്ക് ഇവിടത്തെ 2-3 പയ്യന്മാരൊക്കെ ആവണി നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവള് തൃശ്ശൂർ യൂണിവേഴ്സിറ്റി ഇല്ല എങ്കിലും ചിലപ്പോ ഏതെങ്കിലും വഴി നമുക്ക് ബന്ധത്തിലായാൽ പറ്റിയാലും. കാരണം ആവണിക്ക് 2-3 പേരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആവണിക്ക് വേണ്ട, കുറ്റം മാത്രമായപ്പോ വ്ളോഗ് വേണ്ട. എല്ലാത്തിനും ആവണിക്ക് എന്നൊക്കെ പറയാടാ. കല്യാണം അടിപൊളി, നല്ല വൈബ് ഫാമിലി. അതെ ചേട്ടന്റെ ഫാമിലി കിടിലം, നല്ല വൈബ്, ഡാൻസും പാട്ടും എല്ലാരും ഭയങ്കര യൂണിറ്റി, നല്ല രസം. ഹാപ്പി ആയിട്ട് ചേച്ചി ജീവിക്കട്ടെ അങ്ങോട്ട് എന്ന് നമ്മൾ ആശംസിക്കും. അതെ, കാരണം ദൈവത്തിന്റെ തെക്കേ അല്ല, അശ്വിനിക്ക് ചേട്ടനല്ലേ ഉള്ള, ആവണിക്ക് ചേട്ടനാണുള്ള. കോമ്പൻസേഷൻ അങ്ങനല്ല. അവരെങ്ങനെ കല്യാണം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? ചേട്ടന്റെ കല്യാണം എക്സ്പെക്ടേഷൻ. ചേട്ടന്റെ കല്യാണം എക്സ്പെക്ടേഷൻ. ഓക്കെ, എന്റെ എക്സ്പെക്ടേഷൻ, വീജസ് ചേട്ടന്റെ കല്യാണ എക്സ്പെക്ടേഷൻ ഞാൻ പറയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ നാത്തൂൻ എൻ്റെ ഫ്രണ്ട് പോലെ ആയിരിക്കണം. എനിക്ക് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. അല്ലാതെ മറ്റേ സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ ചകട എനിക്ക് വേണ്ട. എനിക്ക് നല്ല എൻ്റെ പോലത്തെ വൈബായിരിക്കണം. എൻ്റെ കൂടെ കറങ്ങാൻ, നമ്മൾ ഒരുമിച്ച് വണ്ടിയിലൊക്കെ ഇരുന്ന് സ്കൂട്ടറൊക്കെ ഓടിച്ച്, അതൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും. ഏതൊരു അനിയത്തിയാണേലും ഇപ്പം എനിക്ക് പറയണേലും എനിക്ക് ഇപ്പം നിലവിൽ എനിക്ക് എൻ്റെ അളിയനെക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നി. കാരണം നല്ല ഇതായിരുന്നു. ഒരു നല്ലൊരു സംഭവം നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ അത്രയും ഇതിൻ്റെ ഇല്ലെങ്കിൽ അത്രയും ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടിയില്ല. ബട്ട് സ്റ്റിൽ എങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു സ്നേഹമുണ്ട്. അതൊന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അശ്വിനിക്കും ആവണിക്കും അതുപോലെ. എനിക്കും അതാ ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് വേണം നാത്തൂനൊക്കെ നല്ല വൈബായിരിക്കണം. എൻ്റെ ഇളയതൊക്കെ ആയിരുന്ന കൊള്ളായിരുന്നു. അപ്പം എനിക്ക് കുറച്ചുകൂടെ മൂത്തതാകുമ്പോൾ ചിലപ്പോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതെനിക്ക് വേണ്ട. എനിക്ക് നല്ല ഫ്രണ്ട്ലി വൈബുള്ള ഒരു നാത്തൂൻ. എവിടെയോ എന്തോ എവിടെയെങ്കിലും ഒക്കെ ഇരിക്കുകയായിരിക്കും. അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. കല്യാണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര എനിക്ക് ഭാഗ്യമായിട്ട് തോന്നുന്നു. കാരണം ചേച്ചി കിട്ടിയ ഫാമിലി നല്ലൊരു ഫാമിലിയാണ്. ചേട്ടൻ്റെ പേര് വികാസം എന്നാണ്. അങ്ങനെ മോറോവർ അവരുടെ ഫാമിലി കുറച്ചുകൂടെ നല്ല ഫാമിലി, നല്ല വൈബുള്ള ഫാമിലിയാണ്. ഇന്ന് കല്യാണത്തിന് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു, അമ്പലനടയിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. കെട്ട് അവിടെ ചേച്ചി കുറച്ച് ഇമോഷണലേക്ക് നല്ല മൊമെന്റ് ആയിരുന്നു. ചേച്ചിയും ചേട്ടനും ബേബി 3 വർഷം പ്രണയിച്ചിട്ട് ഇങ്ങനെ, അതായത് എനിക്കത് കിട്ടി എന്നുള്ള ഒരു ഫീല്. അങ്ങനെ എനിക്കൊരു ഭാഗ്യം. ഞാൻ സത്യം പറഞ്ഞാൽ തന്നെ അങ്ങനെ ഇപ്പം ആലോചിക്കുമ്പോൾ ആ ഒരു സംഭവമില്ല. പക്ഷെ അതിനകത്ത് കയറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്തോ ഒരു ചേട്ടനും ആ സാധനം എന്തോ എന്നാ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. അവിടെ വരുന്ന ഇമോഷൻസ് കാര്യങ്ങളൊക്കെ മിക്സഡ് ആയിട്ട്. അങ്ങനെ കല്യാണം നന്നായിട്ട് കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് അടുത്ത് 7-8 കിലോമീറ്റർ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ബാക്കി ചടങ്ങുകളൊക്കെ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ട് പോയിട്ട് കുടുംബക്കാരും ഒത്തൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു അല്ലേ. അവിടെ ഭയങ്കര നല്ല രസമായിരുന്നു. നല്ല വൈബ് ഫാമിലിയാണ്. പിന്നെ എന്ത് ചെയ്തു, ചേച്ചിനെ കൊണ്ട് അതിനടുത്താണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു വന്നു.
അത്ര തന്നെയല്ല ഇന്ന്. ബൈ ബൈ. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് പോയില്ല, വിഷമമുണ്ട് ഗൈസ്. കാരണം കുഞ്ഞിലേ നമ്മൾ ചേച്ചിയുടെ കല്യാണം അങ്ങനെ ആയിരിക്കും നൈസ്. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോസ്റ്റ്യൂം ഉൾപ്പെടെ ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും ചൂസ് ചെയ്യുന്നത്. എന്തോ ഒരു പ്രത്യേക എന്തോ ഒരു സാധനം ആ സമയത്ത് നമ്മൾ ഫുള്ള് എന്താ പറയുക മയക്കത്തിലെന്ന് പറയില്ലേ, നമ്മൾ ബോധമില്ലാതെ അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് അങ്ങനെ എന്തൊക്കെ ചെയ്തെന്ന് നല്ല രസമായിട്ട് ദൈവഭാഗ്യത്തിൽ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടന്ന് ചില സന്ദർഭത്തിൽ ബുദ്ധിമുട്ടായിട്ട് നിന്നിട്ട് പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റി. അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരുപാട് ഗുരുവായൂരപ്പനോട് നന്ദിയുണ്ട്. വേറെ ഇന്ന് നമ്മൾ എപ്പോഴാണ് വീട്ടിൽ പോകണം തിരിച്ച്? ഇന്ന് രാത്രി 11 മണിക്ക് നമ്മുടെ ട്രെയിൻ നമ്മുടെ സ്ഥലത്തോട്ട് തിരിച്ചു പോകുന്നു. അതെ, 12 മണിക്ക് 11:30-12 മണിക്ക് എന്തോ ട്രെയിൻ പോയിട്ട് 5:10 ആകുമ്പോൾ നമ്മൾ അവിടെ എത്തും. അങ്ങനെ വണ്ടി കിടന്ന് ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ അലിമ്പായിരിക്കും. ഫാമിലിയിൽ ആർക്കും അലിമ്പാനുള്ളൊരു എനർജി ഇല്ല. ഇവക്കുണ്ട്, ഇവള് ആന കളിയായിരുന്നു വീട്ടിൽ. ഇവിടെ ഞാനും ആവണിയും ആന കളി വിത്ത് തൃഷ. നമ്മൾ കുറെ കളികളൊക്കെ കളിച്ചു, പക്ഷെ കുട്ടി കോപ്പറേറ്റ് ചെയ്യുന്നില്ല. തൃഷ നല്ല വൈബായിരുന്നു, നല്ല രസം. പറയാൻ കിടന്ന് എന്നെയും കൂടെ വിളിച്ചോണ്ട് അങ്ങനെ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ കൺവേ ചെയ്യണമെന്നുണ്ട് യൂട്യൂബ് ഈ ചാനൽ ഈ വ്ളോഗ് വഴി. പക്ഷെ കാരണം മൈൻഡ് ഭയങ്കര ഫുൾഫില്ലിങ്ങും അതേ ടൈം ഭയങ്കര എംറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു മൊമെൻ്റാണ്. പക്ഷെ വാക്കുകളിലൂടെ അത് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങോട്ട് പറ്റുന്നില്ല. വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് നീ കണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതിനകത്ത് ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, രാവിലെ ഞാൻ ലിഫ്റ്റ് കയറിയപ്പോഴൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ ബൈ പറ, വേറെ എന്തെങ്കിലും പറയണ്ട. ബൈ ബൈ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്, നമ്മളിപ്പം സായാഹ്നം ആസ്വദിക്കാനായി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെ അകത്തേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കടകളൊക്കെ ഉണ്ട് സൈഡിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷേ ഭയങ്കര റേറ്റാണ്. അങ്ങോട്ട് സാധനങ്ങൾ കയറി കാണാം, പക്ഷെ വാങ്ങിക്കാൻ പറ്റൂല. നമ്മൾ 4 പേരൂടെ ആ ദീപം കത്തിച്ചേക്കണ കാണിക്കണം, നല്ല രസമുണ്ടല്ലോ ഇവിടെ. അത് ഇവിടെയാണ് ഇത് കാണിച്ചു. ഇവിടെയാണ് പണ്ട് മറ്റേ ഈ ഫേമസ് ആയിട്ടുള്ള ഇവിടെ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഈ മരം മുകളിൽ നോക്കുന്ന ഷീറ്റിൻ്റെ അവിടെ വലിയ മരമായിട്ട് നിന്നാണ്. അത് ഒടിഞ്ഞ് പോയിട്ടാണ് ഇങ്ങനെ നിൽക്കണത്. പണ്ടപ്പം ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ മെയിൻ സ്പോട്ടായിരുന്നു. സമയം ഇപ്പം 7:05. പക്ഷെ ഇപ്പോഴും അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ വലുതാണ്. ഇപ്പോഴും ആളുകൾ തിങ്ങി നിരങ്ങി ദീപാരാധന ആയിരിക്കും അല്ലേ? ദീപാരാധന 7 മണിക്കുള്ളതിനുള്ള വെളുപ്പിന് ഇവിടെ വന്ന തിരക്ക്. വെളുപ്പിന് 3 മണിക്ക് എത്തിയിട്ട് 9:30 എനിക്ക് ദർശനം കിട്ടണം. അത്യാവശ്യം ഇപ്പോഴും നല്ല ജനത്തിരക്കുണ്ട്. ഇവിടെ എന്തോ ഒരു ചാക്യാർകുത്തോ നങ്ങ്യാർകുത്തോ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ
അടിക്കുന്നു. 50. ഗൈസ്, നമ്മൾ എല്ലാ കടയിലും കയറി വില ചോദിക്കുന്നതല്ലാതെ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണ്. ചില പലഹാര കടകളിൽ കയറി ടേസ്റ്റ് ചെയ്ത് നോക്കും, പക്ഷെ നമ്മളൊന്നും കഴിക്കില്ല. നമ്മുടെ സ്ട്രാറ്റജി ഇതാണ്. അതെ, 2 ദിവസം പോകുമ്പോൾ ഞാൻ കുഴപ്പമില്ല. ഞാൻ ഇതിനു മുന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും, അറിയാം. ഇവര് ഒരു ദിവസം അശ്വനി അറിയാം, അനന്റേത് വേണ്ട കേട്ടാ. ഞാൻ അങ്ങനെ എന്തായാലും സംസാരിക്കില്ല. ഒരു പേഴ്സ് കിട്ടി ഗൈസ്. കല്യാണത്തിന് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോ ആശീർവദിനിയുടെ ഉണ്ണിയ അങ്ങനെ അത് കൊള്ളാല്ലേ. ഉണ്ണിയ ഇങ്ങനെ ഉണ്ണി ആ കുഞ്ഞ കേൾക്കാൻ ഒരു സുഖമുണ്ട് ഗൈസ്. പക്ഷെ നമ്മളെന്ത് പറഞ്ഞാലും നമ്മൾ അപ്പിയുടെ അത്രയും വരില്ല. എന്തരപ്പി? അപ്പി അപ്പി, അതെ അപ്പി. നമുക്കതാണ് വലുത്. ഒരു തൃശ്ശൂർ ഭാഷ നമ്മുടെ തിരുവനന്തപുരം ഭാഷയുടെ 7,000 എത്തൂല, ഒന്ന് മനസ്സിലാവുക പോലും ഇല്ല. അതൊക്കെ നമ്മളെ ഭാഷ കൃത്യമായി മനസ്സിലാവുന്നത് കൂടിയാലേ ഉള്ളൂ അല്ലേ നമ്മുടെ ഭാഷ. We love Trivandrum slang. നമ്മൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ റൂമിലേക്ക് പോവുകയാണ് ഗൈസ്. ഇത്രയും തിരക്കായിരുന്നു. ഈ മണി 7-8 മണിയായി, എന്നിട്ട് തിരക്കിനൊന്നും ഒരു കുറവുമില്ല. നമുക്ക് വേറൊരു സ്ഥലത്ത് നമ്മുടെ പാരൻസിനോട്, എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ പാരൻസ് എല്ലാം ശരിയാണ്, പക്ഷേ നമുക്ക് അവര് 7:30 കോവിലായത് കൊണ്ടാവാം അനുവാദം അത് ശരിയാണ്, വിളിച്ചില്ല ഇതുവരെ ഒരു കോളും. അത് കറക്റ്റ്. അമ്പലത്തിലോട്ടാണ് പോകുന്നതെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കാം. ഇല്ല, അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, നമുക്കിപ്പോ ഇവിടെ ഒരു ജ്യൂസ് കട കണ്ട്, വല്ലതും കുടിച്ചാലോ എന്നാണ് ഗൈസ് ആലോചിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കുടിക്കുന്നതിനെ പറ്റി ആലോചിക്കാം. കുറച്ച് നടന്നപ്പോൾ ക്ഷീണം കൊണ്ട് എല്ലാവരും തളർന്നു. എന്തോ ഗൈസ്, നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റെസ്റ്റ് റൂമിലോട്ട് പോകുന്നു. എന്നിട്ട് ഇനി എന്തോന്നാണ് നമ്മള് കുറച്ച് കഴിഞ്ഞ് ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ചിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ചെറുതായിട്ട്. പിന്നെ ഞാനല്ല, പോവാൻ വേണ്ടിട്ട് റെഡിയാവും. ബൈ ബൈ തൃശ്ശൂർ. ബൈ ബൈ Thrissur. This is Ashwini Krishna, Avani and Shapruba along with Trisha. Trisha, say bye. No, bye. 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 Flying is okay.